സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഹോളി ആഘോഷിക്കാനായിട്ട് പോവാണ്. അപ്പോൾ നമ്മളുടെ പിള്ളേരുടെ കയ്യിൽ നല്ല അടിപൊളി കളർ പൊടികളുണ്ട്. മോനെ കാണിച്ചു കൊടുത്തേടാ, നല്ല പൊളി സാധനങ്ങൾ. കളർ പൊടി മാത്രമല്ല, ഇത്തവണ വെറൈറ്റി ഐറ്റങ്ങൾ നമ്മൾ ഇറക്കുന്നുണ്ട്. അപ്പോൾ ഓരോ തറവാടി ഇട്ടോ. അപ്പോൾ അതൊന്നുമല്ല, നമ്മൾ വെറൈറ്റി കുറച്ച് സാധനങ്ങൾ ഇറക്കുന്നുണ്ട്. അപ്പോൾ തുടങ്ങിയാലോ നമ്മുടെ പരിപാടി. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഹോളിയുടെ ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ ഇന്ന് ഹോളിക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ഈ കളേഴ്സ് മൊത്തം ഓർഗാനിക് ആണ്. അതായത് പ്രകൃതിക്ക് ദോഷം ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു കളേഴ്സും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഒരു 2-3 വെറൈറ്റി ഐറ്റങ്ങൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. മൊത്തം നോക്കുകയാണെങ്കിൽ മൊത്തം ഹെർബലാണ്, ഓർഗാനിക് ആണ്. അപ്പോൾ കളേഴ്സ് ഇവിടെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ 2 ജിഞ്ചുമുട്ട് സാധനങ്ങളും ഒരു കുഞ്ഞ് ഐറ്റം ഒരുപ്പുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ഹാംഫുൾ അല്ലാത്ത രീതിയിൽ നമ്മുടെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഹോളി പൗഡർ ഓർഗാനിക് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുള്ള കാര്യം പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാട്ടെ. അപ്പോൾ നമ്മൾ നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഹോളി കളറാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എടുക്കുന്നത് കോൺഫ്ലവർ ആണ്. കോൺഫ്ലവർ അപ്പോൾ നമ്മൾ ചാടിപ്പോയല്ല. കോൺഫ്ലവർ എടുത്ത് നേരെ പൊട്ടിച്ച് നമ്മുടെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ. ഇത് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. നമ്മൾ കോൺഫ്ലവർ തന്നെ എടുത്തേ. ഇനി നമ്മൾ കളറിന് വേണ്ടി എടുക്കുന്നത് നമ്മളുടെ ബീട്രൂട്ടാണ്. ഏകദേശം ഒരു റെഡും പിങ്കൊക്കെ ചേർന്നിട്ടുള്ളൊരു പ്രത്യേക തരം കളർ അതിൽ കിട്ടും. അപ്പോൾ ബീട്രൂട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് ഇനി നമ്മൾ കട്ട് ചെയ്തെടുക്കണേ. അപ്പോൾ ചെറിയ ചെറിയ പീസുകളാക്കി നമ്മൾ എടുക്കുകയാണ്. നമുക്കിത് അരച്ചെടുക്കാനുള്ളതാണേ. ഇനി ഷെഫുമാർ ചെയ്യുന്ന സൂത്രം കാണിച്ചിട്ടാ കേട്ടാ. നിങ്ങൾ കട്ട് ചെയ്യണ പരിപാടി ഇങ്ങനെ വെച്ചിട്ട് ആകാശത്തേക്ക് എറിഞ്ഞ് ഇങ്ങനെ കട്ട് ചെയ്യും. ഇനി നമ്മുടെ ചുകാന്നിരിക്കണം നമ്മുടെ ബീട്രൂട്ട് അരിഞ്ഞതെടുത്ത് നേരെ അരയ്ക്കാനുള്ള പരിപാടിയാണേ. അപ്പോൾ ഇതിൽ നമുക്ക് മാക്സിമം ഇടാൻ പറ്റുന്ന അത്രയും ബീട്രൂട്ട് ഇട്ട് കൊടുക്കാട്ടാ. ഇനി നമുക്കിത് അരച്ചെടുക്കാട്ടാ. ഇനി നമ്മൾ അരച്ചെടുത്ത് നമ്മുടെ ബീട്രൂട്ട് ജ്യൂസിനെ നേരെ നമ്മളൊരു ബീക്കറിലേക്ക് അങ്ങോട്ട് തട്ടാണേ. ഇനി നമ്മൾ അരച്ച് വെച്ച് നമ്മുടെ ബീട്രൂട്ട് ജ്യൂസിനെ നമുക്കൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു തുണി ഇട്ടിട്ട് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ജ്യൂസ് മൊത്തത്തിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണേ. ഓക്കെ. ഇനി നമ്മൾ ഇതൊരു കിഴി കെട്ടി അങ്ങോട്ട് പിഴിഞ്ഞെടുക്കാൻ പോവാണ് അതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട്. നോക്കി, നല്ല ചുവന്ന ജ്യൂസാണ് വന്നിട്ടിരിക്കുന്നത് കേട്ടാ. കേട്ടാ ആ വെള്ളം നോക്കി, നല്ല രസമായിട്ട്. ഇനിയിപ്പോൾ ഇതിൽ ബാക്കിയുള്ളത് ഇതിൻ്റെ ചണ്ടിയാണ് കേട്ടോ. നമുക്ക് ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ളത് ഈ ബീട്രൂട്ട് പിഴിഞ്ഞ ജ്യൂസ് മാത്രമാണ്. ഇനിയിപ്പോൾ ഇത് മിക്സിങ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത നമ്മുടെ കോൺഫ്ലവറിലേക്ക് നമ്മളിനി നേരെ നമ്മൾ എടുത്ത ആ ഒരു ജ്യൂസ് ഒഴിച്ചു കൊടുക്കുകയാണേ. ഇത് സംഭവം നമ്മുടെ ഊബ്ലക്കായി പോയിട്ടാ. നോക്കി, നമ്മൾ മറ്റേ ഇങ്ങനെ പറിച്ചെടുക്കൂലേ, പറിച്ചെടുത്തിട്ട് കയ്യിൽ വെച്ച് ഇങ്ങനെ വിടുമ്പോൾ അലിഞ്ഞു പോണ സംഭവം കണ്ട. സംഭവം ഇങ്ങനെ നാച്ചുറൽ കളർ ഇട്ടുള്ള ഉപ്പിലേക്ക് വേണ്ടി ഉണ്ടാക്കാട്ടെ. അങ്ങനെ നമ്മുടെ കോൺഫ്ലവറും ബീട്രൂട്ട് ജ്യൂസും കൂടിയുള്ള മിക്സ് വെച്ച് നമ്മളിത് നല്ല അടിപൊളി സംഭവം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മിക്സിനെ ഉണക്കിയെടുക്കാനുള്ള പരിപാടി നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കണ്ട ഉബ്ലക്കായിട്ട് കിട്ടുന്ന ഈ മുതലിന് ചെറിയ പീസുകളായിട്ട് നമ്മുടെ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ പൊടിച്ച് ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടൂട്ടാ. കണ്ട നല്ല പൗഡറായിട്ട് അതിലേക്ക് വീഴുന്നുണ്ടേ. അങ്ങനത്തെ നമ്മുടെ ഉണക്കാൻ വെച്ച നമ്മളുടെ ഹോളി പൗഡർ മിക്സ് നമ്മളിനി എടുത്ത് നോക്കുകയാണേ. ഇനി നമുക്കിതൊന്ന് കൈ കൊണ്ട് പൊടിച്ച് നോക്കാട്ടോ. അടിപൊളി. ഇത് കണ്ട. അങ്ങനെ നമ്മൾ ഓർഗാനിക് ആയിട്ട് ഉണ്ടാക്കിയെടുത്താൽ നമ്മളുടെ ഹോളി കളറോടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു പിങ്ക് കളറിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഇതിനെ യൂസ് ചെയ്യാൻ പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഈ പ്ലേറ്റിലേക്ക് മാറ്റാണ്. അങ്ങനത്തെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഹോളി പൗഡർ ആണ്. ഇതുകൂടി നമ്മൾ ഈ ഒരു കൂട്ടത്തിൽ വെച്ചേക്കാണ്. നമ്മൾ ആദ്യം തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മൾ ഇന്ന് ഹോളിക്ക് വേണ്ടിയിട്ട് ഓർഗാനിക് ആയിട്ടുള്ള കളേഴ്സ് വെച്ചിട്ടുള്ള സാധനങ്ങൾ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്താണ്. ഇത് നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങിയതാണ്. അതായത് സാധാ നമ്മളുടെ കളേഴ്സിനേക്കാളും ഓർഗാനിക് ആകുമ്പോൾ ഇച്ചിരി കൂടി വില കൂടും. പക്ഷേ പ്രകൃതിക്ക് ദോഷമില്ലാത്ത രീതിയിൽ നമുക്ക് ഹോളിയൊക്കെ ആഘോഷിക്കാനായിട്ട് പറ്റും. അതിൻ്റെ കൂട്ടത്തിൽ ഇത് നമ്മൾ പറഞ്ഞേക്കണ്ട ഡബിൾ സിലിണ്ടർ നമ്മുടെ ഫയർ എക്സ്റ്റിംഗ്വിഷർ പോലത്തെ അടിപൊളി കിടക്കാച്ചി ആയിട്ടുമാണ്. ഇതിൻ്റെ ഉള്ളിൽ 2 കളർ ഉണ്ടാവും കേട്ടോ. നമുക്കിങ്ങനെ പുക അടിച്ച് വിടാനായിട്ട് അതുപോലത്തെ 2 സെറ്റ് ഉണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞ് സിലിണ്ടറുകളാണ് ഇതിലും പല പല കളറുകളാണ് വരുന്നത്. നമുക്ക് എന്തായാലും ഇത് പൊട്ടിച്ചിട്ട് ഞാൻ കാട്ടിത്തരാം. അപ്പോൾ നമ്മുടെ ആദ്യം ചെറിയ കളറാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഈ സംഭവം നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ കണ്ട ഇതൊരു ഹെർബൽ പ്രൊഡക്റ്റ് ആണ്. അതായത് പ്രകൃതിക്ക് ഹാംഫുൾ ആയിട്ടുള്ള രീതിയിലുള്ളൊരു പ്രൊഡക്റ്റ് അല്ല. അപ്പോൾ ഇത് നമ്മൾ തുറക്കുമ്പോൾ ഇതേ കണ്ട ചെറിയ ചെറിയ
ബോട്ടിലുകളാണ്. ഈ ബോട്ടിലുകളുടെ ഉള്ളിലാണ് നമ്മളുടെ ആ ഒരു കളർ ബ്ലാസ്റ്റിംഗ് ഇരിക്കുന്നത് കേട്ടോ, കളർ തണ്ടർ ഇരിക്കുന്നത്. അപ്പോൾ നമ്മളത് മിനിന്ന് തന്നെയാണ് തുടങ്ങുന്നത്. അപ്പോൾ നമ്മുടെ ചെറിയ കളർ തണ്ടർ എടുത്തിട്ട് നമ്മളിതിവിടെ സീലൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സീലൊക്കെ നമ്മൾ ഊരി മാറ്റാണ്. എന്നിട്ട് ഇവിടെ ഞെക്കിയാൽ മതി എന്നാണ് പറയുന്നത്. ഞെക്കി നോക്കിയാല കുലുക്കിയിട്ട് വായിലേക്കട്ട വന്നേ നോക്കി, ഒറ്റ ചെക്ക് നോക്കി. ഓ അടിപൊളി, ഇതേ കളർ കൊള്ളാല്ലേ, സംഭവം സെറ്റ്. നമുക്കെല്ലാം പുറത്തേക്ക് എടുക്കാം. ഓ അയ്യോ ഇത് ലീക്കുവനുണ്ടാ. നമുക്ക് ഓരോന്നായിട്ട് പൊട്ടിച്ച് വെക്കാട്ടോ ആദ്യം, എന്നിട്ടാണ് നമ്മൾ പണി തുടങ്ങുന്നത്. അപ്പോൾ ആദ്യം ചെറിയ ഐറ്റംസ് ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇത് ഇതെടുത്തു. ആ സാധനം വരുന്നുണ്ട് കണ്ട, മഞ്ഞ കളർ, നമ്മുടെ കളർ സ്മോക്കൊക്കെ പോലെ തന്നെ അതിൻ്റെ ഒരു ഡിഫറെൻറ്റ് എഡിഷൻ കണ്ട. അപ്പോൾ ഇത് എല്ലാം പൊട്ടിച്ച് കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ ഇത് അടിപൊളി സംഭവമായിട്ടുണ്ട്. ഇത് നോക്കി എടാ, കഴിഞ്ഞു ഞങ്ങളോ എടാ, അതല്ല ഇത് പോയാ, നമ്മളിപ്പോൾ ഇത് പൊട്ടിച്ച് വെച്ചല്ലേ ഉള്ളൂ. അഞ്ഞിക്ക് നോക്കി, അങ്ങനെയല്ല, യു സെറ്റ് വൺ ഷോട്ട് അങ്ങനെ ഉണ്ടായിരുന്നാ. അയ്യോ ഇതിൻ്റെ ഉള്ളിൽ പൊടിയുണ്ട്. എടാ ഇതിന്റെ ഗ്യാസ് പോയടാ, ആ ഒരെണ്ണത്തിൽ മാത്രം ഉണ്ടല്ലേ തന്നേടാ. അത് ഇങ്ങനെ അത് അടിച്ച ആശ തീർക്കട്ടെ. നമ്മ ഞെക്കി നോക്കില്ലേ, പക്ഷെ ഇത് എന്തോ നേരം നിക്കൂടത് വൺ ഷോട്ട് കഴിഞ്ഞ്. എടാ പണ്ടത്തിനും പറ്റി പോടാ. ഷോ നന്നാക്കാൻ പറ്റുമോ? ഒറ്റ ഷോട്ട് നന്നാക്കാൻ പറ്റുമോ? ഇല്ല, ഒറ്റ ഷോട്ടിൽ തീർക്കാ. കണ്ട നല്ല മണമല്ലേ, ചന്ദനത്തിരിയുടെ ഒക്കെ മണം. ഷോ സംഭവേ കുൽക്കട്ടെ. കുലുക്ക് ഇപ്പൊ കുളിക്കണം, നമുക്ക് കുറച്ചു നേരം കഴിഞ്ഞിട്ട് കുലിക്കാം. ഈ സാധനം പൊട്ടിച്ച് നോക്കാല. എടാ വാടാ. അപ്പൊ നമ്മൾ എന്തായാലും ചെയ്തത് മണ്ടത്തരായി പോയിട്ടാ. സംഭവം നമ്മൾ ഒരു തവണ ഞെക്കിയിട്ട് അത് കംപ്ലീറ്റ് ഒറ്റ ഞെക്കിൽ യൂസ് ചെയ്ത് വെച്ചില്ലെങ്കിൽ ഇതിനുള്ളിലത്തെ ഗ്യാസ് പോകും, പുറത്തു പോകും, പിന്നെ അത് വർക്ക് ചെയ്യൂല. നമുക്ക് പണി പോയി, കാശ് പോയി. അപ്പോൾ ഇത് അടുത്ത ഐറ്റത്തിൽ നമ്മൾ അങ്ങനെ ചെയ്യൂല. അത് ഇതിലും അങ്ങനെ തന്നെ എഴുതി വെച്ചിട്ടാ, യൂസ് അറ്റ് വൺ ഷോട്ട്. അതായത് ഒറ്റ ഞെക്കിൽ പരിപാടി തീർത്തേക്കണം. നമ്മൾ അല്ലാണ്ട് എടുത്ത് വെച്ചിട്ടൊന്നും കാര്യമില്ല. അപ്പം എല്ലാത്തിനും സീൽ ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ, നമ്മുടെ ഫയർ എക്സ്റ്റിംഗ്വിഷറൊക്കെ തന്നെ പോലെ. എന്ത് ഇതാ തോന്നണ്ടാ, ഇതിവിടെ കുറ്റിയൊക്കെ ഉണ്ടാ സെറ്റ് സാധനം. ഇതേ ലോക്ക് മാറ്റി കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്ലാസ്റ്റിക്കിന്റെ സാധനമുണ്ട്. മോനെ കലാഷ്നിക്കാവോ? ഇപ്പൊ എന്താ ഉണ്ടായേ? എന്തിനാ ആളുകൾ പടക്കം പൊട്ടിച്ചേ? ഇന്ന് വിഷു. അവിടെ ഒരു സാധനം ഇട്ടിട്ടുണ്ട്. ഏടാ വൺ ഷോട്ട് അല്ലേ? ഓ അത് ഓരോ കളറായിട്ട് വിടാട്ടാ. ഇതിപ്പോ പിങ്ക്, ഇത് വന്നത് പച്ച, പൗഡറിന്റെ വേണോ അല്ലേ? ഇല്ല കഴിഞ്ഞിട്ടില്ല. ഇതെന്താണത്? കുട്ടിക്കൂറയുടെ മണം, പക്ഷെ കഴിഞ്ഞിട്ടില്ലടാ. കണ്ണൊന്നും കാണില്ല അടിക്കുമ്പോഴേ. മണം അടിപൊളിയാ. എടാ കളിച്ചോടുക്കല്ലേ സാധനം സെറ്റ്. പച്ച വരുന്നു, പിങ്ക് വരുന്നു. എടാ തീർന്നടാ. ഒരു 5 മിനിറ്റ് നമ്മൾ കണ്ടിന്യൂസ് യൂസ് ചെയ്തിട്ടാ. അടിപൊളി സാധനം. എടാ എന്റെ മുഖത്തൊക്കെ പൊടിയായടാ. അയ്യോ ഇത് പിന്നെ ഒട്ടും ആയിട്ടില്ല കേട്ടോ. അയ്യോ കിളവൻ. എങ്ങനെയുണ്ട് പ്രവി? നല്ലതായിട്ടുണ്ടോ? ഇതൊന്നും മിണ്ടാത്ത നീ എന്നോടാ. പിന്നെ പ്രവീൺ അങ്ങനെ നമ്മുടെ ഹോളി ആഘോഷങ്ങൾ തുടങ്ങാൻ നേരമായി. അപ്പൊ എല്ലാവർക്കും ആദ്യമായി ആശീർവാദ പൂജയിലേക്ക് കിടക്കാം. ജടാഘടാഘ സംഭ്രമ ഭ്രമനിലിംബ നിർച്ചരി വിലോല വീജി വല്ലരി വിരാജമാനമൂർധൻ തങ്ക വീട്ടിൽ പുഷ്പൻ മതിരാ. കുഴപ്പമില്ല. ഇനിയിപ്പോ ഞാൻ ഒരു സൂത്രം കാണിച്ചേ. വേണ്ട സമയം എന്താടാ, ചിന്തിക്കാനുള്ള സമയം തരൂ. എല്ലാത്തിനെയും കൊല്ലണെന്ന് നിങ്ങൾ അതിർത്ത് കളിച്ചു. ഇപ്പൊ ശരിയാക്കി തരാടാ. അയ്യോ ഇതല്ലേ മാറിപ്പോയി.
എക്കത്തിന് തീർക്കണെന്ന് നീ നീ മോന് കിട്ടിയില്ലല്ലോ. നീ ക്യാമറ ചെയ്യുന്നുണ്ട് മാത്രം നീ രക്ഷപ്പെട്ട് ബാ. നീ എവിടെ വരെ ഓടി തിരിച്ചു വേണം നീ. എന്തിട്ടാണത്? പിങ്ക് തുപ്പലോ? കിരണോക്കി അവൻ്റെ വരുന്നതായിട്ടില്ല. മക്കളെ ഇനി നമ്മൾ ചെയ്യാൻ പോകണം നമ്മുടെ കലാഷ്നിക്കാവാണ്. മക്കളെ ഉള്ള ബാക്കി പൊടികളൊക്കെ ഇതിനുള്ളിൽ നിറച്ചോ. അങ്ങനെ പോട്ടെ. എല്ലാ കളറും വേണോട്ടെ. എടാ പിങ്ക് തീർന്നു പോയല്ലേ? ഓ അത് വേറെ പിങ്ക പച്ച. അപ്പൊ ഇനി നമ്മുടെ കലാഷ്നിക്കാവോല് നമ്മൾ കളറാക്കിയിട്ട് ഇനി പൊട്ടിക്കാൻ പോവാണ്. മക്കളെ റെഡിയാണോ? റെഡി? ഐ പവറില്ലല്ലോ. എന്താ പവറില്ലാത്ത? അങ്ങനെ വെച്ചാൽ നമ്മുടെ ചെറിയൊരു ഹോളി ആഘോഷം ഇവിടെ അവസാനിപ്പിക്കാനായിട്ട് നേരായിക്കാണ്. അപ്പോൾ എന്തായാലും നമ്മളുടെ ഓർഗാനിക് ഹോളി പൗഡർ സംഭവം നമ്മൾ കുറച്ചുകൂടി ബാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സംഭവം എന്തായാലും അടുത്ത ഹോളിക്ക് നിങ്ങൾ വീട്ടിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കളറായി ആ സന്തോഷങ്ങൾ തീർന്നു. അപ്പോൾ അടുത്ത തവണ ഹോളിക്ക് നിങ്ങൾക്ക് വീട്ടിൽ വേണമെങ്കിൽ ഇങ്ങനെ ഓർഗാനിക് ആയിട്ടുള്ള രീതിയിൽ ഹോളി പൗഡറൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ നമ്മളിത് പിങ്ക് കിട്ടി, അതുപോലെ തന്നെ നമ്മൾ പച്ചലേക്ക് യൂസ് ചെയ്യണമെങ്കിൽ ഗ്രീൻ കിട്ടും. പിന്നെ ഓരോരോ കളേഴ്സ് യൂസ് ചെയ്ത് നമ്മുടെ ശംഖുപുഷ്പം യൂസ് ചെയ്ത നീല വയലറ്റ് അങ്ങനെ പല പല കളേഴ്സ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ചിലപ്പോൾ നിറത്തിരി കുറവായിരിക്കും, പക്ഷേ ഓർഗാനിക് ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ ഇന്നതേ മാർക്കറ്റിൽ കിട്ടണ കുറച്ച് ഹോളി ഗാഡ്ഗറ്റ്സിൽ അതിന് ഹോളി ഗാഡ്ഗറ്റ് സിലിണ്ടേഴ്സ് ആണ് പരിചയപ്പെടുത്തിയത്. പിന്നെ അത് ഇതിലിട്ടത് പൊട്ടിക്കാനായിട്ട് നോക്കി, പക്ഷേ നമ്മുടെ കയ്യിൽ അപ്പോഴേക്കും പൗഡർ തീർന്നു കാരണം മര്യാദയ്ക്ക് നമുക്ക് നമ്മുടെ പെർഫോമൻസ് വരുത്താനായിട്ട് സാധിച്ചില്ല. അപ്പോൾ എന്തായാലും ഇതോടുകൂടി എംഫോടെക്കിൻ്റെ ഹോളി ആഘോഷം കഴിഞ്ഞതായി അറിയിച്ചു കൊള്ളുന്നു. നന്ദി, നമസ്കാരം. കൊട്ടിക്കോ. അല്ല വേറൊരു കാര്യം, നമ്മളിന്ന് യൂസ് ചെയ്ത എല്ലാ ഹോളി പൗഡേഴ്സും ഓർഗാനിക് ആണ്. ഭൂമിക്ക് ദോഷം വരുന്ന ഒരു കാര്യങ്ങളും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ മച്ചന്മാർ നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണുന്ന പ്രതീക്ഷയിൽ ക്യാമറ വെച്ചാൽ പ്രവീൺ, അതുപോലെ ടീം എംഫോടെക്കിനോടൊപ്പം ഇറ്റ്സ് മീ ജോ ജോസഫ് സൈനിങ് ഔട്ട്.